ഇനി ഇത്തിരി വേടൻ കാര്യം കൂടി പറയാം ഇന്നത്തെ വീഡിയോയിൽ. വേടനെ പറ്റി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോ, അതിൽ പ്രേക്ഷകർ നല്ല പ്രതികരണമാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്, ഞങ്ങൾ പറഞ്ഞു ബാലേന്ദ്ര ചുള്ളിക്കാടിനെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം വേടന് അനുകൂലമായി പ്രതികരിച്ചത് 1000 കവികൾക്ക് അരവേടൻ. അത് മലയാളത്തിൽ പണ്ടൊരു പദപ്രയോഗമുണ്ട്. അതിന്റെ ഒരു മോഡിഫൈഡ് ഫോമിലാണ് ബാലേന്ദ്ര ചുള്ളിക്കാട് ആ കാർഡ് പോസ്റ്റർ പുറത്തിറക്കിയത്. അതായത് 1000 കോഴിക്ക് അരക്കാട എന്ന് പറയും. 1000 കോഴികൾക്ക് അരക്കാട എന്ന് പറഞ്ഞാൽ കാടയുടെ ഗുണമേന്മയാണ് അതിൽ വരുന്നത്. 1000 കോഴികൾക്ക് പകരം അരക്കാട എന്ന് പറയുന്ന പ്രയോഗം. 1000 കോഴിക്ക് അരക്കാട. നമുക്കൊരു സത്യം എന്നാണ് പറയാവുന്നത്. വേടനെ അംഗീകരിക്കാൻ വിമുഖതയുള്ളൊരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വേടന്റെ പരിപാടിക്ക് ആയിരക്കണക്കിന് ലക്ഷങ്ങൾ ചെറുപ്പക്കാരും കുട്ടികളും സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ആബാലവൃദ്ധം ജനങ്ങള് പ്രായഭേദമന്യേ വരുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ചില മേലാളന്മാർ, അത് ജാതി മതം മാത്രമല്ല, സാഹിത്യം, കല, സംസ്കാരം, ഈ മേലാള ജാതി നമ്മുടെ കേരളത്തിലെ എല്ലാ തലങ്ങളിലും ഉണ്ട്. നമ്മൾ വിചാരിക്കും ഈ മേലാള എന്ന് പറഞ്ഞാൽ സവർണ, ഫാസിസ്റ്റ്, ഹിന്ദുത്വ, വർണ്ണാശ്രമധർമ്മം സനാതനധർമ്മമായിട്ട് അവതരിപ്പിക്കുന്ന ആ വിഭാഗം സംഘപരിവാർക്കാർ മാത്രമാണെന്ന്, അല്ലെ പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെന്ന്. അങ്ങനെയില്ല. ഈ മേലാള വർഗം, ഈ വരേണ്യവർഗം, ഇവിടുത്തെ കല, സാഹിത്യ, സംസ്കാരം, ഇതിലെല്ലാം ഉണ്ട്. അവർക്കൊന്നും വേടനെ അങ്ങോട്ട് അംഗീകരിക്കാൻ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന കവികള്, കഥാകൃത്തുക്കള്, നോവലിസ്റ്റുകള്, എഴുത്തുകാര്, നിരൂപകര്, കലാകാരന്മാര്, സിനിമാ ലോകത്തെ ഉൾപ്പെടെ, സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെ പലർക്കും വേടനെ അങ്ങോട്ട് ദഹിക്കുന്നില്ല. പണ്ട് കലാഭവൻ മണി പാട്ടുകാരനായി തുടങ്ങി സിനിമയിലേക്ക് വന്ന് മിമിക്രി കലാകാരനായിട്ടും പിന്നീട് സിനിമയിലേക്ക് വന്നപ്പോ കലാഭവൻ മണിക്കും തുടക്കത്തിൽ ഒരു പൊതു സ്വീകാര്യതയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ സ്വയം വലിച്ചിട്ട കസേരയിലാണ് കലാഭവൻ മണി കയറിയിരുന്നപ്പോൾ ഇറക്കി വിടാൻ പലർക്കും കഴിയാതെ പോയി. അങ്ങനെയാണ് കലാഭവൻ മണി തന്റെ സ്വന്തം ഇടം മലയാള കലാ സാഹിത്യ അല്ലെ സിനിമാ രംഗത്ത് ഉറപ്പിച്ചത്. അല്ലാതെ ആരും പ്രൊമോട്ട് ചെയ്ത് പോയതൊന്നുമില്ല. ഒരു ഗോഡ് ഫാദറും ഉണ്ടായിരുന്നില്ല. എവിടൊക്കെ കലാഭവൻ മണിയെ ഒതുക്കാൻ നോക്കുമ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ടുമുണ്ട്. പിന്നെ അതൊന്നും കലാഭവൻ മണി വിളിച്ചു പറഞ്ഞില്ല എന്ന് മാത്രം. കാരണം അയാൾക്ക് സിനിമയിൽ നിൽക്കണമായിരുന്നു, മണിക്ക് കാശ് വേണമായിരുന്നു, സ്റ്റേജ് പ്രോഗ്രാം വേണമായിരുന്നു. അപ്പോൾ സിനിമാക്കാരെ പിണക്കാതെ പോകാനുള്ള ഒരു വൈഭവം കലാഭവൻ മണി കാണിച്ചു. പക്ഷേ കലാഭവൻ മണിക്ക് വിവേചനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു വേടനും അതേ അവസ്ഥ നേരിട്ട് വരികയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖ എഴുത്തുകാര്, ഇവിടുത്തെ പ്രമുഖ കലാകാരന്മാര്, പ്രമുഖ സിനിമാക്കാര് ആർക്കും വേടനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് അസൂയയും കുശുമ്പും. വേടൻ പെട്ടെന്നൊരു ഇന്ന് മലയാളത്തിലെ ഏറ്റവും ആൾക്കാരെ ആകർഷിക്കാൻ കഴിവുള്ള, ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു കലാകാരനായിട്ട് ചുരുങ്ങിയ പ്രായത്തിൽ 30-ാം വയസ്സിൽ വേടൻ വളർന്നു എന്നുള്ളത്, സ്വന്തം ഇടം പിടിച്ചിട്ട് അവിടെ ഇരുന്നു എന്നുള്ളത്, ഒരു കസേരയിട്ടിരുന്നു എന്നുള്ളത്, അത് അംഗീകരിക്കാൻ കുറച്ചുകൂടെ കാലം പിടിക്കും നമ്മുടെ പലർക്കും. അതുകൊണ്ടാണ് പല കോണിയിൽ നിന്നും, സാഹിത്യ മേഖലകളിൽ നിന്നുവരെ വേടൻ കവിയോ, എന്ത് കവിയാണ് വേടൻ എന്നൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. വേടൻ കവിയാണോ ഇല്ലയോ എന്ന് ഇവിടുത്തെ നിരൂപകര് തീരുമാനിക്കട്ടെ. നിരൂപകരാണല്ലോ കവിതയുടെ മഹത്വമൊക്കെ അംഗീകരിക്കുന്നവർ, വിലയിരുത്തുന്നവർ, അല്ലെ പ്രഖ്യാപിക്കുന്നവർ. പക്ഷെ ഞങ്ങൾക്ക് ഉള്ള ചില എളിയ അഭിപ്രായം, വേടൻ ഒരു കവി തന്നെയാണ്, വെറും പാട്ടുകാരനല്ല എന്ന് തന്നെയാണ്. ഇപ്പൊ കലാഭവൻ മണി സ്വന്തമായിട്ട് പാട്ടെഴുതി, കവിത എഴുതി പാടിയിട്ടില്ലെങ്കിലും സ്റ്റേജിൽ അദ്ദേഹം മറ്റുള്ളവരുടെ പാട്ടുകളും നാടൻ പാട്ടുകളും പാടി തെളിഞ്ഞു വന്ന പ്രശസ്തിയിലേക്ക് ഉയർന്നവരാണ്. പക്ഷെ വേടൻ സ്വയം കവിതകൾ എഴുതി, പാട്ടെഴുതി, അത് ചിട്ടപ്പെടുത്തി അത് വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു നല്ലൊരു പാട്ടുകാരൻ കൂടി, റാപ്പ് സംഗീതത്തിന്റെ ആൾ കൂടി എന്നുള്ളത് കലാഭവൻ മണിയേക്കാൾ വേറെ പല ഡയമെൻഷൻസ് ഉള്ള, വിഭിന്ന തലങ്ങളിലുള്ള ഒരു വ്യക്തിത്വം ഇവിടെ വേടനുണ്ട് എന്നുള്ളതാണ്. ഇനി അദ്ദേഹം എഴുതിയ കവിതകൾ, പാട്ടിലെ വരികൾ മാത്രം നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ കവിത, അതിന്റെ പ്രാസം, താളം, അർത്ഥവിന്യാസം, ശബ്ദവിന്യാസം,
അർത്ഥവിവരണം ഇതെല്ലാം നോക്കുമ്പോഴേ വേടന്റെ കവിയെ നമ്മൾ കാണാതിരുന്നുകൂടാ. ആണല്ലോ ബാലേന്ദ്ര ചുള്ളിക്കാട് ആ കവിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചത്. മറ്റു പലർക്കും പ്രതികരിക്കാൻ ഇത്തിരി വിമ്മിട്ടം വരും. അതിതാണ് പ്രശ്നം. അപ്പോ ചില വരികൾ മാത്രം എടുത്ത് നോക്കാം വേടന്റെ. അതായത് ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ്, അത് വില്ലുവണ്ടി കവിത പ്രശസ്തമായത്. ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ലുപെറുക്കി ഞാൻ പാത തീർത്തേ, കല്ലുവിരിച്ചിട്ട പാതയിലൂടെ ഞാൻ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എൻ്റെ തലപ്പാവിന് എന്ത് തിളക്കം, എൻ്റെ തലപ്പാവിന് എന്ത് തിളക്കം. ഇതിൽ കവിതയില്ലേ? ഇതിൻ്റെ കൂടെ ഞങ്ങൾ ചങ്ങമ്പുഴയുടെ 2 വരി പാടട്ടെ. അത് കവിതയാണോ പാട്ടാണോ? അത് പാട്ടും കവിതയുമാണ്. അത് സിനിമയിൽ പാട്ടുമായതാണ്. കമ്പയർ ചെയ്യുക. അപ്പം ചങ്ങമ്പുഴയും വേടനെ നമ്മൾ കമ്പയർ ചെയ്യല്ല. ആ വരികളുടെ ഒരു കവിത്വം അതിലുണ്ട് എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തലാണ്. ചങ്ങമ്പുഴ കവിത, അത് സിനിമാ പാട്ടുമായത്. കാനനച്ചോലയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ബാക്കി ലൈൻ മലയാളികളുടെ നാവിൻ തുമ്പില് ചുണ്ടിലുണ്ട്. ഇത് ചങ്ങമ്പുഴയുടെ വരികളാണ്. വേടന്റെ വരികളും ഇതുപോലെ ലളിതമായ പദവിന്യാസവും താളബോധവും ഒക്കെ അതിലില്ലേ? അപ്പൊ ചങ്ങമ്പുഴ കവിതയുടെ ഒരു സാമ്പിൾ നമ്മൾ കാണിച്ച തീർന്നില്ല. കാട്ടാളനിലേക്കും കടമനട്ടയിലേക്കും കുറത്തിയിലേക്കും ബാലേന്ദ്ര ചുള്ളിക്കാടിലേക്കൊക്കെ വരിക. അവിടെ കടമനട്ടയുടെ കുറത്തി, മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു, കരിയിലാഞ്ചി കാട്ടിൽ നിന്നും കുറത്തിയെത്തുന്നു. ബാക്കി നമ്മുടെ മലയാളികൾക്കറിയാം, ഞാനിവിടെ പാടേണ്ടതില്ല. അതാണ് കടമനിട്ട കവിതയുടെ ബലം. വേടൻ എഴുതുന്നതിലും ഇതുപോലെ കവിത്വം ഇല്ലേ? കടമനിട്ട എഴുതിയതുപോലെ. ഇപ്പൊ കുറത്തിയുടെ 2 വരികൾ ഞാൻ പാടിയല്ല പറഞ്ഞു. ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല. ഇനി കാട്ടാളൻ എടുക്കൂ. കടമനിട്ടയുടെ ഏറ്റവും പ്രശസ്തമായ 2 കവിതകളാണ് നമ്മൾ കവിതകളാണ് എടുത്തത്. കാട്ടാളൻ ഞാൻ കാട്ടുകിഴങ്ങിൻ മൂട്ടിൽ മുളച്ചു മുതിർന്നോൻ, കാട്ടാളൻ ഞാൻ കാട്ടുകിഴങ്ങിൻ മൂട്ടിൽ മുളച്ചു മുതിർന്നോൻ, കാർമുകിലിന്റെ മുലപ്പാൽ മാത്രം കണ്ടു കൊതിച്ചു കരഞ്ഞോൻ, കാർമുകിലിന്റെ മുലപ്പാൽ മാത്രം കണ്ടു കൊതിച്ചു കരഞ്ഞോൻ. ഇനി നരിവേട്ടയിലെ വേടന്റെ കവിത പാട്ട് ഒന്ന് കേട്ടു നോക്കുക. അതിലെ വരികൾ: കാട്ടുമരത്തിന്റെ മനം മുറിഞ്ഞ് കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞ് യന്ത്രതൂക്കുകൾ ഓതുമ്പോൾ അമ്മ കിളി കരഞ്ഞ്. എത്ര അർത്ഥപൂർണമായ വരികൾ, താളത്തിലുള്ള വരികളാണ്. വനമകൾ ഒരുത്തി നിൻ മാറു തുളഞ്ഞല്ലേ, മനവും തകർന്നു പെരും കാട് കരഞ്ഞല്ലോ, മലയിൽ ഉരുവെടുക്കും അരുവി രണം നിറഞ്ഞേ, മലയിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന അരുവിയിൽ ചോര നിറഞ്ഞേ. എത്ര അർത്ഥപൂർണമായ വരികളാണ്. ആ വരി ഏറ്റവും എടുത്ത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. മലയിൽ ഉരുവെടുക്കും അരുവി രണം നിറഞ്ഞേ, അരുകം പുൽ കരിഞ്ഞല്ലോ, പൂങ്കാവനത്തിലോ പോര്, അത് കാണാൻ കൊതിച്ചത് ആര്? ഇന്ന് ചത്ത നീതിക്കൊപ്പം നേർക്കുരുതിക്ക് കൂട്ടുനിന്നത് ആര്? വരക്കിളയെ മനിതൻ അരമരത്തിൻ മനമില്ലയെ. അതായത് വരക്കിളയെ മനിതൻ അരമരത്തിൻ മനമില്ലയെ. ഇതിൽ കവിതയില്ലേ? ഇതിൽ എത്രയോ അർത്ഥങ്ങളാണ് ഈ വാക്കുകൾക്കുള്ളത്. അപ്പം ചങ്ങമ്പുഴ എഴുതിയതുപോലെ, കാട്ടാളൻ എഴുതിയതുപോലെ, ചുള്ളിക്കാട് എഴുതിയതുപോലെ വരികൾ എഴുതാൻ പ്രതിഭയുള്ള കഴിവുള്ള ഒരു എഴുത്തുകാരൻ അല്ലെ കവി കൂടിയാണ് വേടൻ എന്നാണ് ഈ വാക്കുകൾ തെളിയിക്കുന്നത്. പക്ഷെ വേടനെ അംഗീകരിക്കാൻ ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാലം പിടിക്കും. കുറെ കഴിയുമ്പോൾ ഓരോരുത്തരും രംഗത്ത് വരും പിന്തുണച്ചുകൊണ്ട്. നമുക്ക് കാത്തിരിക്കാം.